എന്നാലും സമ്പത്തെ നിനക്ക് എന്നെ എപ്പോ വേണമെങ്കിലും വന്നൊന്ന് കാണായിരുന്നു. ഒന്നില്ലെങ്കിലും ഞാനൊരു സെലിബ്രിറ്റി അല്ലടാ. നിന്നെ ഇടക്കിടക്ക് ടി വി കാണാറില്ലടാ. ഓ ചിലപ്പോ അതായിരിക്കും. എന്നിട്ട് നിന്റെ കാറ് കച്ചവടമൊക്കെ എങ്ങനെ പോണു? പൊളിയല്ലേ? ആണല്ലേ? ഒരു വർഷമൊക്കെ ഒരു 3-4 വണ്ടി കച്ചവടമാക്കിയ സെറ്റാ. ഓ നൈസ്. പിന്നെ 2 കൊല്ലം ഈ വീടൊക്കെ ഈ സെറ്റപ്പ് ആക്കിയിട്ട് ഈ ഏരിയയിൽ ഏറ്റവും നല്ല വീട് എൻ്റെ ആണോ? അതൊക്കെ പോട്ടെ, നീ തന്നെ നോക്കിക്കേ. ഇന്ന് നിന്റെ അമ്മയും നിന്റെ പെങ്ങളും എന്നെ കണ്ടിട്ട് എത്ര ഹാപ്പി ആയിരുന്നു. പിന്നെ വളരെ ഹാപ്പി. വേണ്ടടാ, അത് നാളെ രാവിലെ എനിക്കൊരു ഷൂട്ടുണ്ട്. അടിച്ചാ ഡാർക്ക് സർക്കിൾസ് കണ്ണിന് താഴെ. പിന്നെ സ്കിൻ ഡോക്ടറുടെ അവന്റെ ഡാർക്ക് അടിച്ചേനി നമ്മുടെ ജോയിന്റെ ബർത്ത്ഡേ അല്ലേ? കനേഡിയൻ ആണല്ലേ? പിന്നെ കാനഡക്കാർക്ക് പോലും ഇല്ലേ കനഡിയൻ? അടിപൊളി അല്ലടാ ജോയിമോനെ. ഒരു കനല്. ദീപക് ദിവാകർ, നാളെ ബർത്ത്ഡേ ആണ് 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം. എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓർമ്മയുണ്ടല്ലോ, അത് മതി. ഓക്കെ അപ്പോൾ 12 മണിക്ക് ശേഷം. ഓക്കെ ശരി. അപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ഐസില്ല കാണുമ്പോൾ തന്നെ പേടി വന്നു. ഒന്ന് വിളിച്ച നീ സമയത്രേ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കണം നേരെ മനസ്സിലിങ്ങനെ വെച്ചു. അതെ, ഈ കാനഡയിൽ സ്കിൻ ഡോക്ടർക്ക് എങ്ങനെ സ്കോപ്പ് ഉണ്ടോ? ഒരു സ്കോപ്പും ഇല്ല. എന്താണ് എടാ സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ വെയിലും പൊടിയൊക്കെ കൊള്ളുന്നുണ്ട്. അവിടെ വെയിലും പൊടിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും മൂടി പോച്ചല്ല നടക്കുന്നേ. പിന്നെ ചൊറിയും ചരക്കും അങ്ങനെയുള്ളവന്മാരാ നാട്ടിലോട്ട് കയറ്റത്ത് പോലുമില്ല. നഴ്സ് അതാണ് അല്ലേ? നിനക്കിവിടെ വലിയ ഗതിയൊന്നുമില്ലല്ലേ? അത് ഇപ്പോഴും വാപ്പയുടെ ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യണേ. പിന്നെ ശമ്പളം ചോദിക്കുമ്പോൾ ഉമ്മാട് വാങ്ങിച്ചോന്ന് പറയും. അതാ അവസ്ഥ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡ തന്നെയല്ലേ സ്വർഗം? പിന്നെ അതാണ്. കുറച്ച് ഐസ് ഉണ്ടെന്നേ ഉള്ളൂ. ചേട്ടാ എന്താടി അന്ന് ഇന്നാരെ വിളിച്ച്? ഞാൻ ചേട്ടനല്ലേ വിളിച്ചേ. ചേട്ടാ ഇവരൊക്കെ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ, ഒരു ഫോട്ടോ എടുക്കേ. അതിനെന്താ പേടിക്കണ്ട, വാ. ഇതാ നമ്മുടെ നന്ദേട്ട്. ഹായ്. ആ ദേവി മോളെ കൊന്നുകളഞ്ഞത് കഷ്ടായിട്ടാ. അയ്യോ അപ്പൊ ഇതാണല്ലേ മുതല്. ഞാൻ കാണട്ടെ. ടി വി കാണുന്ന അത്ര മെനു ഇല്ലല്ലോ, ക്യാമറ ടെക്നിക് അല്ലേ? അയ്യോ ഞാനില്ല. ഹായ്, നല്ല കുറെ ഫോട്ടോസ് കിട്ടിയിട്ടില്ല. നോക്കടി. ഇൻസ്റ്റയിലിടാ. നല്ല ഫോട്ടോസ് അല്ലേ? എനിക്ക് അയച്ചോട്ടാ. ആയിക്കോട്ടാ, ഞാൻ അതെല്ലാവർക്കും അയച്ചു കൊടുക്കട്ടെ. അമ്മേ പോട്ടെ, ഞങ്ങൾ ഇറങ്ങണം കേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗീത. എന്ത് ഗുഡ് നൈറ്റ്? ഇന്നിനിപ്പോ മറ വേളം കഴിഞ്ഞിട്ട് എപ്പോ ഉറങ്ങാനാണ്? എങ്ങനെയുണ്ട്? ശരി തന്നെയാണ്. അല്ല നീ ആ വീട്ടിൽ പോയില്ലേ ഗീത? എങ്ങനെ പോവാനാടി? ആ ചെറുക്ക സമ്മതിക്കണ്ടേ? അവനിപ്പോഴും ആ വീട്ടിലെ മനുഷ്യന്റെ മോനോട് ദേഷ്യമാണ്. എന്റെ പൊന്നു, ഇവളെ ആ ചെറുക്കനെന്ന് ബൈക്ക് കയറ്റി. അതന്നെ, ഇവളെയൊക്കെ ആരെങ്കിലും ബൈക്ക് കയറ്റൂ? പോലീസുകാരാന്ന് ചോദിച്ചൊരു മധുര വർത്താനം പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മ ഗുഡ് നൈറ്റ്. അമ്മ പോട്ടെ. സത്യം പറ, നീ ആരെയൊക്കെ എന്റെ വീട്ടിൽ നീ പറഞ്ഞ പ്രശ്നമൊന്നല്ല ഇവന്. ഇവനെ കഴപ്പാണ്. എനിക്കത് ഇപ്പോഴല്ലേ മനസ്സിലായത്. സത്യം പറയട്ടെ, മറ്റേ ജാടത്തേണ്ടില്ലേ സീരിയലുകാരൻ, അവനൊന്ന് വീട്ടിൽ കയറ്റിയെടുത്തിട്ട് തളയേക്കണ പക്ഷെ എനിക്കില്ലടാ. നീ കൈവിട്. ഓക്കെ എല്ലാത്തിനും അടിച്ച് പുറത്താക്കണം. എക്സ്ക്യൂസ് മീ, ഇത് എൻ്റെ ഫെഗാണ്. ജവനെ സമ്പത്തെ. അപ്പോൾ നടക്കട്ടെ. നിനക്ക് സമാധാനം ആയല്ല? ഇനിയെങ്കിലും പറ, എന്താ നിന്റെ പ്ലാൻ? അത് പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്നുള്ളതിലുപരി നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഒരു റീയൂണിയനാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേട്ടാ,
റീയൂണിയൻ എന്റെ വീട്ടില്. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ ഫൈസലേ? എന്താണ് നീ എന്താണ് ഹാപ്പി ആവാത്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ വല്ല റിസോർട്ടിൽ വെച്ച് പരിപാടി നടത്താൻ. നീ എന്നോട് പറഞ്ഞത് റിയൂണിയൻ ആണ്. അതിന് സർപ്രൈസ് അല്ലേ? നിന്റെ മറ്റടുത്ത സർപ്രൈസ് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോളും അല്ലേ? ഇപ്പൊ മനസ്സിലായി? ഞാൻ ഇനി ഇറങ്ങില്ല. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ഇറങ്ങില്ല. കോപ്പിലെ സെറ്റ് കൊണ്ട് ഇപ്പൊ ഇറങ്ങണം. നീയാണ് അത് ഇവിടുന്ന് ഇറങ്ങേണ്ടത്. നീ ആദ്യം ഇറങ്ങ്. നീയാണ് ഈ സാധനോട് വിളിച്ചേറ്റത്. പട്ടി ഇറങ്ങണം. നീ ഇറങ്ങണം. ഞാൻ ഇറങ്ങില്ല. അവൻ ശക്തിമാനെ ടീഷർട്ട് ഇറങ്ങണം ബർത്ത്ഡേക്ക്. ശക്തിമാനാ? 12,000 രൂപ കൊടുത്ത് വെർസാച്ചയുടെ ടീഷർട്ട് ശക്തിമാനാ? പോടാ പട്ടി. പട്ടിയാ? എവിടെ പട്ടി? കിടക്കാൻ സമയത്ത് എണീക്ക്. ഇറങ്ങിപ്പോട്ട് ഓരോ തുറന്ന് തരാടാ. എന്താണ് പ്രശ്നം? എടാ സമ്പത്തെ, ഇവരാരും വരുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. അടുത്തിനി ആരാണ്? ഹാപ്പി ബർത്ത്ഡേ ജോയ്മോൻ. ഹായ് സമ്പത്ത്. ഷിഫ്റ്റ് ഹായ് ഗിഫ്റ്റ്. ഇതെന്താ ഐഫോൺ ആണോ? ഐഫോൺ ഒന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. യുവർ പ്രസൻസ് ഇറ്റ്സെൽഫ് ഈസ് എ ഗിഫ്റ്റ്. മേലെ DJ പാർട്ടിയൊക്കെ ഉണ്ട്. വരുന്നോ? വാ പെട്ടെന്ന് വല്ല നമുക്ക് ലെറ്റ്സ് റോക്ക്. കം ഓൺ. അമ്മ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓ സന്തോഷായി. ഞാൻ എന്നാ പോട്ടെ. നീ എവിടെ പോണ്? അല്ല ഇനി ഞാൻ എടുക്കുന്നത് ശരിയല്ല. പിന്നെ നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്നല്ലോ. എടാ ഇതുവരെ എല്ലാം ഓക്കേടാ. ഓക്കെ ഞാൻ ഓക്കെ അല്ല. കുറച്ചു പിന്നെ അങ്ങനെ ഒന്നല്ല പറഞ്ഞത്. എടാ ഇതുവരെ വന്നവരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല? ആരും കുഴപ്പമില്ല. അവളെ കുഴപ്പമില്ല അല്ലേ? ഞങ്ങളെ കാട്ടുവഴി സമ്പത്തെ ഞാൻ പോണു. ഇനി നീ ആരും വരാണ്ട് നോക്കിയാൽ മുത്തല്ലേ നോക്ക്. ഞാൻ മുടോട്ടോ? ഞാൻ വരാ. ചെല്ല്. എന്ത് വരാടാ? പോ. മുള്ളോട്ട് പാട്ടാ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ. എന്തൊക്കെ പറഞ്ഞാലും ദുരുമാരി മറ്റടുത്ത പരിപാടി തന്നെയാണ്. അതിനെന്തിനാ നീ ചൂടാകുന്നത്? അവന്റെ അടുത്ത് വരാൻ പറയണ പെങ്ങളെ. അല്ല എന്താണ് അവന്റെ ഉദ്ദേശം? എന്താണ്? ഞാൻ വരെ വന്നില്ലെങ്കിൽ അങ്ങനെ അറിയാം. ആർക്കറിയാവുന്ന? മരിച്ച ആൾക്കറിയാന്ന്. അതാണ് പ്രശ്നം. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഗേട്ടന്റെ അച്ഛനാണ് ഇപ്പൊ ഇതേപോലെ കിടക്കണമെങ്കിൽ ഏട്ടൻ മാതിരി പണി ചെയ്യോ പറയും. അതിനാ കിടക്കുന്ന എന്റെ അപ്പനല്ലല്ലോ. നിന്റെ അപ്പനും അല്ല. എന്റെ അപ്പനാണെങ്കിൽ പട്ടി വരും. എടാ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നിനക്കെന്നാ പ്രശ്നം? തന്തയില്ലാത്ത കാണിക്കുന്നത്. എനിക്ക് തോന്നില്ല മോണിച്ചെന്ന് പറയുന്ന ആൾ ഇങ്ങാർക്കുണ്ടായെന്ന്. നാറി നിർത്തണോ? വിട്ടോ വേണ്ട. മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാനേ സജേട്ടന്റെ ആളാണ് പറയാ. വേണ്ട വിട്ടോ. സജേട്ടൻ അറിയില്ലയോ? നാറിയോ? സജിയേട്ടന് നാറിയോ? നിങ്ങളടുത്ത് ഞാൻ അപ്പളേ പറഞ്ഞു ഇവിടെ സേഫല്ല സേഫല്ലാതെ. എന്താടാ എന്താ ഇവന്മാര് പറയണു നിങ്ങൾ അറിയില്ല. അതിന് നിങ്ങൾ ഇറങ്ങി വരുന്നത് നിങ്ങൾ ആരെന്ന് കാണിച്ചു കൊടുക്കി. എടാ മിണ്ടല്ലേടാ, ഒരു മരണവീരാണത്. ഇവന്മാര് നിങ്ങളെ നാറിന്ന് വിളിച്ചതോ? എടാ നിന്റെ കാല് പിടിക്കടന്ന് അറിയുന്നത് വന്നിങ്ങട്. ഒരു മര്യാദ ഇല്ലാത്തമാരാ. കേട്ടാ കേട്ടാ ഒരു മര്യാദയില്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾ. എടാ മിണ്ടലാ. നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ മര്യാദ പഠിപ്പിക്കാൻ പറ്റാ. വാടാ സച്ചി. സമീർ ജിനു, ഒരു കാര്യമുണ്ട്. നമ്മുടെ പെഹല പ്യാർ എന്ന് പറഞ്ഞ സോങ് സീക്വൻസില്ലേ, അതിൽ ഇച്ചിരി നേവൽ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. അതിലെവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത പാട്ടല്ലേ? നമ്മളല്ല അവിടെ നിന്ന് ഷൂട്ട് ചെയ്തല്ലേ? അതിൻ്റെ അകത്ത് എവിടെയാണ് നമ്മളാരും അറിയാണ്ട്? അതിലെവിടെയും ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഒന്ന് നോക്കണം എനിക്കത്. നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തല്ലോ. അതിനകത്ത് ഞാൻ ആരും വരാനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ചേട്ടാ എന്താണെന്നറിയാമോ, നമ്മുടെ ജോമോൻ്റെ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതിലിതുപോലെ കണ്ടായിരുന്നേ. അപ്പോൾ ഇക്ക വന്ന് പ്രോബ്ലം ഉണ്ടാക്കി. ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഇടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാ ഒരു ടെൻഷൻ. ഞാൻ ഇത്രയും പ്രാവശ്യം കണ്ടിട്ട് ഈ പറഞ്ഞ ഇല്ല ജിനു, അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇച്ചിരി ടെൻഷൻ ആവും. പിന്നെ അതൊരു ഇഷ്യൂ ആവും. അത് കാരണം
എന്ത് വെച്ചു ഒന്നുകൂടെ ബാക്കോട്ട് പോയി പ്ലേ 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 ഇതിനൊക്കെ എക്സ്പോസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കുള്ള എക്സ്പോസിങ്ങിന് എന്ത് പറയും സമീറ? ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ് കേട്ടോ. ഒരു മേക്കറിനെ സ്വാതന്ത്ര്യത്തെ നിങ്ങളൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു ടെക്നീഷ്യൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ നമ്മളെന്ത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ്, ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് VFX ഒക്കെ എത്ര കാശ് മുടക്കി ചെയ്താണ്. ഇതിങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോട്ട് ഒന്ന് നോക്കി എന്ത് ഫീലാന്ന് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ആ ഷാൻ ഇങ്ങനെ സമീറ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ആ ഷോട്ടിൽ ഫ്രണ്ട് ഷോട്ടിൽ ഇങ്ങനെ ആ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് കട്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് അത് പറപ്പിക്കണൊക്കെ കാണാൻ എന്ത് ഫീലാണ്. ആ പ്രൊഡ്യൂസറും മറ്റേ ഒരു റെയിൻ സോങ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് ഞാനാണത് പറഞ്ഞ് മാറ്റിയത്. നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതെല്ലാവരും. ഞാൻ കട്ടിയില്ല, എനിക്ക് പറ്റൂല. എൻ്റെ സിനിമനെ ഞാൻ അങ്ങനെ കൊല്ലൂല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. 24 ആക്കാൻ പറ്റുമോ? സ്ലോ മോഷൻ മാറ്റണം. 24 ആക്കിയാൽ മൂഡ് പോവും സമീറ. നിങ്ങൾ എന്താണ് ഞാൻ മാറ്റൂല, എനിക്ക് പറ്റൂല. നിങ്ങൾ ഇത് ആരാന്ന് വെച്ചാൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ആ നിങ്ങളുടെ ഗൾഫിലിരിക്കുന്ന ആൾ ആരാന്ന് വെച്ചാൽ പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കാൻ പറ്റുക? തമിഴിലും കന്നഡത്തിലും എന്തെങ്കിലും ഒന്ന് അഭിനയിക്കേണ്ടല്ലേ? ജിന് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ അത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ലോ മോഷൻ മാറ്റാം. മൂഡ് പോകും മച്ചാനെ. മൂടും പോട്ടെ, മലയാള സിനിമ നശിച്ചു പോട്ടെ.